ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള ഒരുപാട് ചെടികളും പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ഈ ഒരു കട നമ്മൾ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ വരും. നമ്മളെ ഫാമിലി തന്നെയാണ്, നമ്മളെ കുടുംബക്കാരെ കട തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ചേട്ട കട നല്ല പ്ലാന്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് അവളെ ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ചെടികൾ വാങ്ങിക്കാനുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുള്ള സ്പോട്ട് തന്നെയാണ്, നമ്മൾ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു കട വരുന്നത്. കടൻ്റെ പേര് ഫ്ലവർ സിറ്റി എന്നാണ് കേട്ടോ. വലിയൊരു കടയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ നോക്കാൻ തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെടികൾ വേണം. പിന്നെ വീടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഔട്ട്ഡോറും ഇൻഡോറൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് ഐറ്റംസൊക്കെ വേണം. അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു ഇത് അവർ മണ്ണൂത്തിന്ന് കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു മുള്ളായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ഐറ്റംസാണ് കേട്ടോ. നല്ല ഡ്രസ്സുണ്ട് കാണാൻ. പിന്നെ നമ്മളെ ഫാമിലീൻ്റെ കട തന്നെയാണ്. നമുക്ക് ധൈര്യത്തിൽ സാധനമൊക്കെ എടുക്കട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഉമ്മൻ്റെ ഫാമിലിയാണ്, ഉമ്മൻ്റെ ഉപ്പാൻ്റെ കസിൻ്റെ മക്കളാണ് കേട്ടോ ഈ കട എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സാധനമുണ്ട്, വലിയ കട തന്നെയാണ്. നല്ല സാധനം എന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും സ്ഥലം എടുത്തിട്ട് ചെടികളൊക്കെ കൊടുത്ത് നട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ മണ്ണൂത്തി എന്ന സ്ഥലത്തു നിന്നാണ് സാധനം എടുക്കൽ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് ഐറ്റംസും ചെടികളും പല കളക്ഷനിലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സൈഡിലേക്കൊക്കെ ആയിട്ടും പിന്നെ ആ ഒരു പോർഷനിലേക്ക് എല്ലാം എടുത്തായിട്ടും ഇവർ ഒരുപാട് ചെടീൻ്റെ കളക്ഷനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല വെറൈറ്റി മോഡൽസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല ഇവർ ബിസിനസ്, ബോട്ട് ഐറ്റംസും പിന്നെ അതുപോലെ വളം ഐറ്റംസും ഇതിലേക്ക് പറ്റിയ അവർക്ക് ചകിരിച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഡിസൈൻ എന്തെങ്കിലും ഡ്രസ്സ് നല്ല ഡ്രസ്സിൻ്റെ. പിന്നെ ഈ കടൻ്റെ ലൊക്കേഷൻ വരുന്നത് വട്ടത്താണി കഴിഞ്ഞിട്ട് വലിയ പാടത്തിൻ്റെയും പള്ളിപ്പടിൻ്റെയും സെൻട്രലായിട്ടാണ്. ഈ ഏരിയയിലാണ് നമ്മൾ ഈ കട വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ചെയ്താൽ മതി. പിന്നെ ഈ കാണുന്ന ഒരു ചെടികളൊക്കെ നമ്മൾ പോപ്പി ഐറ്റംസും പത്തിന് മുല്ല എന്നൊക്കെ പറയും, 10 മണിക്ക് വിരിയുന്ന ഒരു ഫ്ലവറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന നെല്ലിയാണ് കേട്ടോ, നെല്ലിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്ലവർ ഒക്കെ നല്ല രസത്തിൽ വിരിഞ്ഞിരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സും നല്ല വിരിഞ്ഞതോടെ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു കാണുന്ന ഈ പോട്ട് ഐറ്റംസുകളൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസിൽ എന്തൊക്കെ രസമാണെന്ന് അറിയോ കാണാൻ. എന്തൊക്കെ മോഡലിൽ അവർ ചെയ്തിരിക്കുന്നറിയോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇനി നമ്മൾക്ക് ഈ ചെടികൾ റേറ്റൊക്കെ നോക്കാം. ചെടികൾ മാക്സിമം നമുക്കൊരു 100 നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 100 രൂപക്ക്, അതുപോലെ 200, 300, 400, 500, 600 അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ആവറേജ് കണക്കിലത് 50 രൂപൻ്റെ ചെറിയ സ്മോൾ ഐറ്റംസ് തുടങ്ങിയിട്ട് അങ്ങോട്ട് ഒരു ചെടി ഒരു സ്മോളിൽ നിന്ന് അത് വലുതാവുന്നതിനനുസരിച്ച് ഓരോ റേറ്റിലേക്കും ഇങ്ങനെ മുകളിലേക്ക് പോകണം. അങ്ങനെയാണ് മാക്സിമം ഇവിടെ റേറ്റ് കിട്ടുക. നമുക്ക് കുറഞ്ഞ ഒരു നമ്മളെ ബഡ്ജറ്റിന് പറ്റിയ റേറ്റിൽ നമുക്ക് കിട്ടും. എന്നാൽ അത്യാവശ്യം വലിയ ഹെവി ആയിട്ട് വരുന്ന വലിയ ഇതുപോലെ വരുന്ന വലിയ മരങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന ഈ ഒരു ചെടികളെല്ലാം നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഹെവി ആയിട്ട് വരുന്ന വലിയൊരു ലീഫും കൂടിയാണ് കേട്ടത്. പിന്നെ ഇവിടെ കുറേ പോട്ട് ഐറ്റംസുകളൊക്കെ ഉണ്ട്, ഡെക്കോർ ഐറ്റംസൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന വെറൈറ്റി ചെടികളെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനെയും നമ്മൾ കണ്ണിനെയും കൗതുകപ്പെടുത്തുന്ന പല വെറൈറ്റി മോഡലും ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഹാങ്ങിങ് ചെയ്ത് വെച്ചിട്ടുള്ള മണി പ്ലാന്റുകളാണ് ഇവിടെ ഒക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചേമ്പ് ഐറ്റംസുകൾ വരുന്ന നല്ല ഈ ഒരു ലീഫൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. മാഷാഅല്ലാഹ് അടിപൊളിയാണ് കേട്ടോ.
പിന്നെ ഇവിടെ ഇതാ മണ്ണൂത്തിന്ന് കൊടുത്തിട്ടുള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതാ അവർ വീണ്ടും സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കോഴിയല്ലേ പെട്ടെന്ന് കൊയ്യോ നോക്കട്ടെ. ഇവിടെ ഈ ചെടീൻ്റെ കടയിൽ വരുമ്പോൾ ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ എനിക്ക്. എപ്പോൾ വരുമ്പോഴും ഏതൊരു ചെടി എടുക്കേണ്ടിയെന്നാണ്. കാരണം അത്രയും കളക്ഷൻ ഉണ്ട് അത്രയും, അതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവണം നമ്മൾ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മോഡലിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ഇവർ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇത് ഫുള്ള് ഇവർ ചെയ്ത ചെടികളും അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ട് അടിച്ചാൽ ഒരുപാട് ഉണ്ട് കേട്ടോ. വലിയൊരു പ്ലേസിലാണ് ചെയ്തിട്ടുള്ളത്. മാംഗോ ആണ്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ദാ ഇവിടെ പല വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. മാവ്, പിന്നെ ഈ ചാമ്പ, പിന്നെ നമ്മളെ റംബുട്ടാൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്. പല മാവിൽ തന്നെ പല വെറൈറ്റികളും, ചാമ്പകൾ തന്നെ പല ചാമ്പകൾ, വെള്ളച്ചാമ്പ, ചുവപ്പ് ചാമ്പ, ആപ്പിൾ ചാമ്പ, അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ കലാത്തിയൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ ഞാൻ ഇനി വാങ്ങുന്നത് കലാത്തിയൻ്റെ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് എന്നാൽ നമുക്ക് കുഴപ്പമില്ലാത്ത റേറ്റിലുണ്ട് കേട്ടോ. റെഡായിട്ട് വരുന്നല്ലേ 120. നമുക്ക് ഇതിലൊന്നും നോക്കട്ടെ. ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ എന്താ റേറ്റ് തന്നെ? 120. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ കലാത്തിയിൽ തന്നെ പല കളക്ഷനിലുണ്ട് കേട്ടോ. റെഡ് ആൻഡ് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന പല വെറൈറ്റി കളക്ഷൻസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. കലാത്തിയ റേറ്റ് നല്ല കൂടുതലാണ്. കാരണം അത്രയും മോഡലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടിയാണ്. ഹെവി ആയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം 190 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു പീസിന് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് മാക്സിമം നമുക്ക് പറ്റുന്ന റേറ്റ് തന്നെ ഉള്ളൂ. പിന്നെ വലിയ ഹെവി ആയിട്ട് വരുന്ന വലിയ തൈകളിനൊക്കെ അതിൻ്റെതായിട്ടുള്ള റേറ്റുകൾ വരുന്നുണ്ട്. കാരണം അതൊക്കെ അത്രയും അവർ കൊണ്ട് നടക്കുന്ന ആ രീതികളും അവരതിനെ പരിചരിക്കുന്ന രീതികളും പിന്നെ അതുപോലെ തന്നെ അത്രയും അവർ അതിനെ എഫക്റ്റ് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ടും അവരതിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കലാത്തിയൻ്റെ ചെടിയൊക്കെ എടുത്തു. അതിൻ്റെ ഒരു 6 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ കാണുന്നത് ലിച്ചി മരമാണ്. ഇത് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. പിന്നെ ചാമ്പ, പിന്നെ ഈ ഒരു കാണുന്ന ഐറ്റം ബറാബ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട്സാണ് കേട്ടോ. ഇതൊരു കഴിച്ചാൽ ഒരു മധുരം പിന്നെ ഒരു പുളി അങ്ങനെ ഒരു ടേസ്റ്റിലാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നതൊക്കെ അവക്കാടിൻ്റെ തൈകളും മാംഗോ തൈകളും, മാംഗോ തന്നെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവക്കാഡോ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് റംബുട്ടാനാണ്. ഇപ്പോൾ റംബുട്ടാനിൽ തന്നെ ഒരു 29 ഐറ്റംസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കളക്ഷൻ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ നിറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കേട്ടോ. അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഓരോ തൈകളുടെ താഴെയായിട്ട് നെയിംസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയിമൊക്കെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, അതിൽ താഴെ നോക്കിയാൽ തന്നെ കാണാം. പിന്നെ എല്ലാത്തിൻ്റെ വെറൈറ്റി ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ഫ്രൂട്ട്സിൽ എല്ലാം നമ്മുടെ ഒരൊട്ട് തൈകളായതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കൂട്ടോ. അങ്ങനെ ഞങ്ങൾ തൈകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലെമൺ ഇവിടെ കായ്ച്ചത് കണ്ടു. ലെമന് ഒരു ഗ്രീൻ ആയിട്ടാണ് കേട്ടോ കാണുന്നത്, യെല്ലോ ആയിട്ടില്ല. അപ്പോൾ ഓരോ മരത്തിലും ഓരോ മരത്തിലും ഫ്രൂട്ട് ഉണ്ടായതും കണ്ടു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു കൗതുകമായിരുന്നു. പിന്നെ അത് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനൊരു തന്നു കേട്ടോ. നമ്മുടെ റെഡ് ചാമ്പ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. പിന്നെ ആപ്പിൾ ചാമ്പൊക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ വാമ്പു ഐറ്റംസും നമ്മൾ വാങ്ങിയിട്ടുള്ള കലാത്തിയ ചെടികളും പിന്നെ 2-3-4 ഐറ്റംസും കൂടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരു 4 ഐറ്റംസും കൂടി വേണം കേട്ടോ.
അപ്പോൾ അതെല്ലാം നോക്കാനുള്ള സെക്ഷനിലേക്ക് വന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ചേമ്പ് ഐറ്റംസിലൊക്കെ വരുന്ന ഒരു ലീഫിൽ ഭംഗി കൂട്ടുന്ന ഓരോ ചെടികളുമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ലീഫ് എത്രത്തോളം ഭംഗിയുണ്ടോ അതാണ് ഇവിടുത്തെ ഒരു ഇത്. ഇവിടെ ഇത് ഫ്ലവറായിട്ട് വരില്ല, ലീഫ് വരുന്ന ഓരോ ചെടികളാണ് കേട്ടോ. ഇലഭംഗിയാണ് ഈ ഒരു ചെടികൾക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ 2-3-4 ഐറ്റംസൊക്കെ എടുത്തു. അങ്ങനെ ഓൾമോസ്റ്റ് കുറേ ചെടികൾ വാങ്ങിയിട്ടു നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള. ഇവിടെ കാണുന്നതെല്ലാം അത്യാവശ്യം ഒരു 500ൻ്റെ താഴെയായിട്ട് വരുന്ന ഓരോ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഓരോ പ്ലാന്റും നമുക്ക് മണ്ണിൽ വയ്ക്കാൻ പറ്റിയതും പിന്നെ അതുപോലെ വെള്ളത്തിലിടാൻ പറ്റിയ ഐറ്റംസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഓരോന്നിൻ്റെ റേറ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് വെള്ളത്തിലിടാൻ പറ്റിയതാണ്. പിന്നെ നല്ല രസമുള്ള നല്ല നമ്മൾ ഈ മതിൽമേലൊക്കെ വെക്കാൻ പറ്റിയ നല്ല പടർന്നു പോണ ഐറ്റംസ് ചെടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നനച്ച് ഒക്കെ എല്ലാ ചെടികൾക്കും നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കാണുന്നത് ഇപ്പോൾ നനവൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഇതെല്ലാം അധികം വെയിൽ തട്ടാത്ത ഏരിയയിലേക്ക് വെക്കുന്ന ഒരു പ്ലാന്റ് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇതാ നല്ല രസമുള്ള ഫ്ലേവർ, ഒരു പിങ്ക് ഫ്ലേവറായിട്ട് വരുന്ന അതുപോലെ യെല്ലോ കളറിലൊക്കെ വരുന്ന തെച്ചിപ്പൂക്കളും എല്ലാ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നാൽ വാങ്ങിക്കാതെ പോലെ അത്രയും നല്ല ഫ്രൂട്ട്സ് ഐറ്റംസും അതുപോലെ പച്ചക്കറി ഐറ്റംസ് വരുന്നതും പിന്നെ അതാ നെല്ലിയൊക്കെ ഉണ്ടായിട്ട് കണ്ടോ. പിന്നെ അതുപോലെ ചെടികളിൽ തന്നെ പല വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന നെല്ലിയുടെ ഒട്ടുതൈയാണ് കേട്ടോ, അതാണ് ചെറുതിൽ നിന്ന് കായ്ച്ചത്. പിന്നെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഓരോ ചെടികളുടെ ലീഫുകളും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. നല്ല മോഡൽസിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു വെറൈറ്റി ലീഫുകളുമാണ്. പിന്നെ ഞാൻ കാണാത്ത ഒരുപാട് ചെടികളും ഇവിടെ കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വളർന്ന ചേമ്പ് ഐറ്റംസിൽ വരുന്ന ചെടികളെല്ലാം അതും ഇവിടെ ചെടികളാണ് കേട്ടോ. വീട്ടിൽ വെറുതെ വളർന്ന ചെടിയൊക്കെ ഇവിടെ ചെടികളായിട്ട് വരുന്നുണ്ട്. അതാണ് കേട്ടോ വേറൊരു കാര്യം. അപ്പോൾ അത് വരെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡെക്കോർ ഐറ്റംസുകളും അതുപോലെ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ കുറച്ച് പ്ലാന്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഈ ഒരു കാണുന്ന ഓരോ ഫ്ലവർ ബോട്ടുകളും അതുപോലെ നമ്മൾ ചെടികൾ വെക്കാൻ പറ്റിയ നല്ല വെറൈറ്റി പോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഓരോന്നും ഓരോ റേറ്റിലുമാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പോട്ടൊക്കെ. പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന ചെടികളാണ് കേട്ടോ. പല വെറൈറ്റികളുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അത് വെക്കാൻ പറ്റിയ സ്റ്റാൻഡുകളും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സ്റ്റാൻഡാണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡിൽ തന്നെ ചെടികളൊക്കെ വെക്കാം. പിന്നെ ഈ ഒരു സെക്ഷനിലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ആർട്ടിഫിഷ്യൽ ചെടികളാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പറ്റിയിട്ടുള്ള വലിയ വലിയ പോട്ട് ഐറ്റംസാണ്. പിന്നെ ഇവിടെ ബബിൾസും കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് പറ്റിയ ബബിൾസും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബില്ല് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇവരെന്നെ ചെടിച്ചട്ടികൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരെന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് തരും. അതുപോലെ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കുന്നതിന് കേട്ടോ. തേക്ക് വികണ്ട ചളി ഉണ്ട് അവിടെ, നോക്കി നടന്നോ. പിന്നെ അങ്ങോട്ട് ഇതാ നല്ല പച്ചപ്പുല്ലിൻ്റെ ബുഷൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിളികളൊക്കെ വന്നിരിക്കുന്ന ഒരു ചെടിയാണ്. എന്തിന് പേരെന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അതിന് അറിയുന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഈ സെക്ഷനിലേക്കായിട്ട് വാമ്പു ചെടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വാമ്പു. പിന്നെ നമ്മുടെ ആന്തോറിയ പല കളക്ഷനിലുണ്ട്, പല വെറൈറ്റി കളേഴ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആന്തോറിയൊക്കെ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എത്തമാരൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ആന്തോറിയ കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ ഒന്നും വീട്ടിലൊന്നും കാണില്ല. അന്നൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ സൂപ്പർ, എന്തൊരു ക്യൂട്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. അടച്ചോ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഭയങ്കര ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സെക്ഷനിലേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ചെടികളാണ് കേട്ടോ കാണുന്നത്. ഇതിൽ മുള്ള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലേക്ക് നല്ല കുത്തുന്നതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വേഗം വന്ന് തൊള്ളാനൊന്നും പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ല മുള്ള് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചെടികളിലൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ, അത്രയും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഐറ്റം. ഇത് തണുപ്പിലാണ് നമ്മൾ ഒരു ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് അത് നന്നായിട്ട് വരുള്ളൂ കേട്ടോ. തണുപ്പ് വരുമ്പോഴാണ് ഇത് നന്നായിട്ട് വളരുന്നുള്ളൂ. ആ ഒരു ചെടികളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മായത്തെ ഓരോ ഐറ്റംസാണ് കേട്ടോ.
അങ്ങനെ ഇതാ ഇവിടെ നമ്മളൊരു നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ലീഫിൻ്റെ ഒരു ചെടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ഒന്നെടുത്തു. പിന്നെ ഇതിൻ്റെ ലൈറ്റ് കളറും ഉണ്ട്, പിന്നെ ഡാർക്കിൽ വരുന്നുണ്ട് കേട്ടോ. അത് രണ്ടും ഗ്രീൻ തന്നെയാണ്, പക്ഷേ അത് ലൈറ്റ് ആൻഡ് ഒരു ഡാർക്കും കൂടി വരുന്നതുണ്ട് കേട്ടോ. 2 കളറിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതാ മോണിസ്റ്ററിയും പിന്നെ അതുപോലെ ഒരുപാട് ചെടികളും ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ചെടികളൊക്കെ വാങ്ങിച്ചു. ഞാൻ കണ്ടു. വാങ്ങുന്നുണ്ട്, കുറച്ച് വാങ്ങി സെറ്റ് ചെയ്തു. എനിക്കതല്ല, അവിടെ എത്തിയപ്പോ ഏതാ വാങ്ങേണ്ടത്. അങ്ങനെ ഇനി ചെടിച്ചട്ടിക്കൊക്കെ നമ്മൾ പ്ലാന്റൊക്കെ വെക്കുമ്പോൾ അതിന് പറ്റിയ ബബിൾസൊക്കെ വേണം. അപ്പോൾ അതിന് കുറച്ച് കല്ലുകളൊക്കെ വാങ്ങിക്കാൻ വന്നിട്ട്, അപ്പോൾ ബ്ലാക്കും വൈറ്റൊക്കെ ബബിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ചെടികളൊക്കെയാണ് ഇത് കേട്ടോ. പിന്നെ ബാമ്പു ചെടിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാം. അമ്പായങ്ങ ഇതെന്താണ്? അമ്പായങ്ങില്ല, കാടിളകി വരുന്നുണ്ട്. അങ്ങനെ ചെടി വാങ്ങിച്ചു. പിന്നെ ഇതാ ഈ കാണുന്ന നല്ല രസമുള്ള ഫ്ലവറാണ് കേട്ടോ. അത് വാങ്ങിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഇപ്പോഴും നമുക്ക് വാങ്ങിക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ബബിൾസൊക്കെ എടുത്ത് നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടും പിന്നെ ചെടിച്ചട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടെന്ന്, അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ ആ ബബിൾസൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് ഒട്ടുതൈകൾ വേണമെന്ന്, അപ്പോൾ അതിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒട്ടുതൈകൾ വരുന്നത് കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ എത്താണ് കേട്ടത്, ഇവിടുത്തെ എൻ്റെ ഫാമിലിത്തെ എൻ്റെ അൻസിന താത്ത എന്ന് പറയും, അവർ കുറേ നമുക്ക് ഹെൽപ്പ് ചെയ്തൊക്കെ തന്നു. പിന്നെ ഈ കാണുന്ന പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റാണ്, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിൽ മുഴുവൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഈ ഒരു ഷോളിൽ കാണുന്നതൊക്കെ. അപ്പോൾ ഇത്രയും നമുക്ക് എല്ലാം ഹെൽപ്പ് ചെയ്ത് എടുത്ത് തരുന്നതൊക്കെ കേട്ടോ. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റിയ ഐറ്റംസൊക്കെയാണ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി നല്ല റെഡ് കളറിലൊരു റോസ് കണ്ടിട്ടോ. പക്ഷേ നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഈ റോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മളൊന്ന് വീട് ഇരുന്നതിന് ശേഷം ഒന്ന് ഫ്രീ ആയതിന് ശേഷം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ റോസ് വാങ്ങിയിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതെല്ലാം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മൾ വാങ്ങിയതൊക്കെ അത്യാവശ്യം റേറ്റുള്ളതായത് കൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഫാമിലി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടി ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടോ, ചെടികൾ ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ തിരൂർ പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. ഓക്കെ, ബൈ.